ഹാർട്ടി വെൽക്കം ടു അവർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ സം എന്ന് പറയുന്ന വാക്കുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. സം എന്ന് പറയുമ്പോഴേക്കും അത് കുറച്ച് എന്ന് പറയുന്ന ഒരർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്ലീസ് ക്യാൻ യു ഗീവ് മീ സം വാട്ടർ. എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരുമോ, ക്യാൻ യു ഗീവ് മീ സം ബുക്സ്. അവന്റെ കയ്യിൽ കുറച്ച് പേനകളുണ്ട്, ഹി ഹാസ് സം പെൻസ്. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ കടയിൽ പോയതാണ്, അപ്പൊ ഐ വെന്റ് ടു ബൈ സം ഫ്രൂട്ട്സ്. കണ്ട, ഇവിടെ സം എന്ന് പറയുന്നത് കുറച്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അവന് കുറച്ച് പുസ്തകങ്ങൾ കൊടുത്തു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പറയണം? ഐ ഗേവ് ഹിം സം ബുക്സ്. ഓക്കെ, എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ എങ്ങനെ പറയും? ക്യാൻ യു ഗിവ് മീ സം ഫുഡ്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു എണ്ണം അല്ലെങ്കിൽ ഒരു കണക്ക് പറയാത്ത ഇടങ്ങളിലാണ് സാധാരണയായിട്ട് നമ്മൾ ഈ സം എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ ഉപയോഗിക്കാറുള്ളത്, അല്ലെ? അപ്പൊ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് സം ഉപയോഗിക്കാം. ഇനി സമ്മുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണ് നമ്മൾ സംബഡി, സംവൺ, സംതിങ്, സംവേർ, സംടൈംസ്, അല്ലെ? ഇങ്ങനെയൊക്കെ പറയുന്ന സമ്മുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളുണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്ന സംവൺ, ആരെങ്കിലും എൻ്റെ അടുത്തേക്ക് വരൂ, പ്ലീസ് കം ഹിയർ സംവൺ, അല്ലെ? സംവൺ പ്ലീസ് കം ഹിയർ, സംവൺ. അപ്പൊ ആരുമാകാം. അങ്ങനെയുള്ള നമുക്ക് സ്പെസിഫിക്കലി നമ്മൾ ആരെയും പറയാത്ത സമയങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കാം. സംവൺ. ഞാൻ അവിടെ ആരെയോ കണ്ടു, ഐ മെറ്റ് ദർ സംവൺ. ആരോ എനിക്ക് ഈ ഒരു കാര്യം ഓഫർ ചെയ്തു, സംബഡി ഓഫേർഡ് ദിസ്, അല്ലെങ്കിൽ സംവൺ ഓഫേർഡ് ദിസ്. അപ്പൊ സംബഡിയും ഏകദേശം സംവണുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു പദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. സംബഡി, ആരെങ്കിലും. ഞാൻ അവിടെ ആരെയോ കണ്ടു, ഐ മെറ്റ് ദർ സംബഡി. പ്രത്യേകിച്ച് പർട്ടിക്കുലർ ആയിട്ട് നമ്മൾ എടുത്ത് പറയുന്നില്ല, ആരെയോ കണ്ടു, അല്ലെങ്കിൽ ആരോടോ പറഞ്ഞു, ആരെങ്കിലും പോകുമോ. ക്യാൻ എനിബഡി ഗോ ദർ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എനിബഡി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ്. ആരെങ്കിലും എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുമ്പോഴേക്കുമാണ് നമ്മൾ സംബഡി എന്നുള്ള ഉപയോഗിക്കുന്നത്. ആരോ ഇത് എടുത്തു, സംബഡി ടുക്ക് ദിസ്. സംബഡി ടുക്ക് ദിസ്. ഇനി നീ എവിടേക്കെങ്കിലും പോവൂ, എവിടേക്കെങ്കിലും. അപ്പൊ സംവേർ, പ്രത്യേകിച്ച് സ്പെസിഫിക്കലി പ്ലേസ് ഏതാന്ന് പറയുന്നില്ല, എവിടേക്കെങ്കിലും. ഞാൻ എവിടെയെങ്കിലും പോവുകയാണ്, ഐ ആം ഗോയിങ് സംവേർ. ഞാൻ എവിടെയെങ്കിലും പോവുകയാണ്. എനിക്ക് ഏതെങ്കിലും ഒരു പ്ലേസ് കണ്ടുപിടിക്കണം, ഐ ഹാവ് ടു ഫൈൻഡ് സം പ്ലേസ്, അല്ലെ? സംവേർ, ഐ ഹാവ് ടു ഫൈൻഡ് എ പ്ലേസ് സംവേർ. എനിക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിക്കണം. കണ്ട, അപ്പൊ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത ആളുകൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത അളവുകൾക്ക്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത സ്ഥലങ്ങൾക്ക്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സം ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ സംവൺ നമ്മളിപ്പോ കണ്ടു, സംബഡി, സംതിങ്, സംവേർ. ഓക്കെ, അപ്പൊ ഇതുപോലെയുള്ള, നിങ്ങൾ എന്നോട് എന്തെങ്കിലും പറയൂ എന്ന് പറയും, പ്ലീസ് ടെൽ മീ സംതിങ്. എന്നോട് എന്തെങ്കിലും പറയൂ. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും തരൂ, പ്ലീസ് ഗീവ് മീ സംതിങ്. പ്ലീസ് ഗീവ് മീ സംതിങ് ടു ഈറ്റ്. എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരൂ. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാം. സംവൺ എന്ന് പറയുമ്പോഴേക്കും, സംവൺ എന്ന് പറയുമ്പോൾ ആരെങ്കിലും എന്നുള്ള അർത്ഥത്തിലാണ്. സ്പെസിഫിക്കലി നമ്മളൊരു പേരെടുത്ത് പറയുന്നില്ല. ആരെങ്കിലും ഇവിടെ വരൂ, പ്ലീസ് കം ഹിയർ സംവൺ, പ്ലീസ് സംവൺ കം ഹിയർ. ഞാൻ അവിടെ ആരെയോ കണ്ടു, ഐ മെറ്റ് ദർ സംവൺ, അല്ലെങ്കിൽ ഐ മെറ്റ് ദർ സംബഡി, അല്ലെ? പ്ലീസ് കം ഹിയർ സംബഡി എന്നൊക്കെ പറയുമ്പോൾ സംവണും സംബഡിയും ഏകദേശം സിമിലർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരാളെ പേര് പറഞ്ഞ് വിളിക്കുന്നില്ല, ആരെങ്കിലും ഇത് ആരുമാകാം. അപ്പൊ അതുപോലെ സംതിങ് എന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും, അതിന് പ്രത്യേകിച്ച് ഏത് സാധനമാണെന്ന് പറയുന്നില്ല, അപ്പൊ എന്തെങ്കിലും ആകാം. അപ്പൊ പ്ലീസ് ഗീവ് മീ സംതിങ് ടു ഈറ്റ്, എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരണം. അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഇന്ന ഫുഡാണെന്ന് പറയുന്നില്ല, ഏത് ഫുഡും ആയിക്കോട്ടെ. എനിക്ക് എന്തെങ്കിലും തരുമോ, പ്ലീസ് ഗീവ് മീ സംതിങ്. ആ സംതിങ് എന്തുമാകാം.
ഇനി പ്ലീസ് ഗീവ് മീ സം മണി, എനിക്ക് കുറച്ച് പണം തരുമോ, പ്രത്യേകിച്ച് എത്ര എമൗണ്ട് ആണെന്ന് പറയുന്നില്ല. പ്ലീസ് ഗീവ് മീ സം വാട്ടർ, എനിക്ക് കുറച്ച് വെള്ളം തരുമോ, 1 ഗ്ലാസ് ആണോ 2 ഗ്ലാസ് ആണെന്ന് സ്പെസിഫിക്കലി പറയുന്നില്ല. അപ്പൊ വേറെ അതുപോലെ തന്നെ ഞാൻ വേറെ ഒരു പ്ലേസിനെയാണ് കാണിക്കുന്നതിൽ സംവേർ, ഞാൻ എവിടെയെങ്കിലും പോവുകയാണ്, പർട്ടിക്കുലർ ആയിട്ട് പ്ലേസ് പറയുന്നില്ല. ഐ ഗോ സംവേർ, ഞാൻ എവിടെയെങ്കിലും പോവുകയാണ്. ഇപ്പൊ ഐ ഗോ ഇടപ്പള്ളി എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇടപ്പള്ളി പോകുന്നു എന്ന് പറയുമ്പോൾ പ്ലേസ് പറയുന്നുണ്ട്. ഐ ഗോ സംവേർ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് പ്ലേസ് ഒന്നും പറയുന്നില്ല. അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാത്ത സ്ഥലങ്ങളിൽ നമുക്ക് സംവേർ ചേർക്കാം. പ്രത്യേകിച്ച് പേരെടുത്ത് പറയാത്ത ആളുകൾക്ക് നമുക്ക് സംവൺ അല്ലെങ്കിൽ സംബടി. പ്രത്യേകിച്ച് അളവ് പറയാത്തടത്ത് നമുക്ക് സം എന്ന് ചേർക്കാം. പ്രത്യേകിച്ച് എന്ത് സാധനമാണെന്ന് പറയാത്തടത്ത് നമുക്ക് സംതിങ് എന്ന് ചേർക്കാം. അപ്പൊ മനസ്സിലായാലും ഈ സമ്മായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ. അപ്പൊ ഇനി നമുക്ക് അതിന്റെ വർക്കുകൾ ചെയ്യാം. റെഡി ആയിരിക്കാം. അപ്പൊ ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.